എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ പൂട്ടിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിസന്ധിയിൽ. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാനായി ഓട്ടോമാറ്റിക് ടിക്കറ്റ് വൈൻഡിംഗ് മെഷീൻ മാത്രം പ്രവർത്തിപ്പിക്കുവാനാണ് നീക്കം. കൗണ്ടറുകൾ പൂട്ടിയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ അസാധാരണ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അമൽനാഥ് പാടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബുധനാഴ്ച പകൽ സമയം മുതലാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പടിഞ്ഞാറെ കവാടത്തിലെ ടിക്കറ്റ് കൗണ്ടർ പൂട്ടിയത്. ഇതോടെ ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. കൗണ്ടറിലെ ടിക്കറ്റ് വിതരണത്തെ അപേക്ഷിച്ച് മെഷീനിലൂടെയുള്ള ടിക്കറ്റ് വിതരണത്തിന് വേഗത കുറവാണ്. വേനലവധിയായതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ അസാധാരണമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് കൗണ്ടറിന്റെ എണ്ണം കുറച്ചത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുകയാണ്. നല്ല നമ്പർ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കാം. ഇവിടെ ആകുമ്പോൾ ഈസിയായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. അധികം തിരക്ക് വരില്ല ഇവിടെ. അവിടെ റിസർവേഷൻ കൗണ്ടറും ടിക്കറ്റ് കൗണ്ടറും എല്ലാം ഒന്നാണ് അവിടെ. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അവിടെ. ഇവിടെ നല്ല ഈസിയായിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു ആൾക്കാർ. ഇപ്പോൾ അത് രണ്ടും പൂട്ടി. ഇപ്പം മെഷീനാണ് കൊടുക്കുന്നത്. ശനിയാഴ്ച വീട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ നല്ല തിരക്കായിരുന്നു ഈ രണ്ട് കൗണ്ടർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ. ഇപ്പോൾ ഒരു മെഷീൻ ആകുമ്പോൾ അതിനെക്കാട്ടും തിരക്ക് കൂടും ഇവിടെ. പാചകവാതകക്ഷാമവും ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പും കാരണം നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നതും തിരക്കിന് കാരണമാണ്. ഇന്നത്തെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ മിനിയാന്ന് നല്ല തിരക്കായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ നിൽക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. അത്ര തിരക്കായിരുന്നു ഇന്ത്യക്കാരുടെ. ഇപ്പോൾ അറിയാൻ പാടുള്ള ആൾക്ക് ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഞാനൊക്കെ എന്ത് ചെയ്യും? റിസർവേഷൻ കൗണ്ടറിൽ തന്നെ പോയി റിസർവേഷൻ ചെയ്യേണ്ടി വരും. യാത്രക്കാർ ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം ഉപയോഗിക്കണമെന്നാണ് റെയിൽവേ നൽകുന്ന നിർദ്ദേശം. എന്നാൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ റെയിൽ1 ആപ്പിൽ ലോഗിൻ ചെയ്യാൻ പോലും പലപ്പോഴും പ്രയാസമാണ്. ഇത് സാധാരണ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ടിക്കറ്റ് കൗണ്ടറിലെ ജീവനക്കാരെ ട്രെയിനിൽ ടിക്കറ്റ് പരിശോധനയ്ക്കായി മാറ്റുന്നതിനു വേണ്ടിയാണ് പുതിയ പരിഷ്കാരമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. കൈരളി ന്യൂസ്, കൊച്ചി.